നമസ്കാരം. ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈൽ അസ്ത്ര MK3 ഗാണ്ടീവ എന്ന പേരിൽ ഔദ്യോഗികമായി പുനർനാമകരണം ചെയ്തു. ഗാണ്ടീവ എന്നത് മഹാഭാരതത്തിലെ അർജുനന്റെ ഐതിഹാസിക വില്ലിൻ്റെ പേരാണ്. 340 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഗാണ്ടീവ മിസൈൽ സമാന കാറ്റഗറിയിൽപ്പെട്ട ചൈനയുടെ PL-15നേക്കാളും US-ന്റെ AIM-174നേക്കാളും ദൂരപരിധി കൂടുതലാണ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ചെടുത്ത ഗാണ്ടീവ മിസൈൽ മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് SFDR എഞ്ചിനിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് SFDR ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. 2013 തുടങ്ങിയ പ്രോജക്റ്റ് 2024 ആയപ്പോഴേക്കുമാണ് പരിപൂർണതയിലെത്തിയത്. ഗാണ്ടീവയുടെ മുൻഗാമികളായ അസ്ത്ര MK1ന് 110 കിലോമീറ്ററും അസ്ത്ര MK2വിന് 160 കിലോമീറ്ററുമായിരുന്നു ദൂരപരിധി. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഗാണ്ടീവ. 20 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ 340 കിലോമീറ്റർ ദൂരത്തിലും 8 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ 190 കിലോമീറ്റർ ദൂരത്തിലും ശത്രു വ്യോമ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. വ്യോമസേനയുടെ സുഖോയ് 30 MKI ഫൈറ്റർ ജെറ്റുകളിലും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിലും ഗാണ്ടീവ വിന്യസിക്കും. മിസൈലിന്റെ വിക്ഷേപണ വേഗത 0.8 മുതൽ 2.2 മാക്ക് വരെയാണ്. 2.0 മുതൽ 3.6 മാക്ക് വരെ വേഗതയിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അത്യാധുനിക സാങ്കേതിക വിദ്യ ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ദീർഘദൂര ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ളതാണ്. ഗാണ്ടീവ മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ്.